ലിമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എലമെൻറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തി ആ ഡിസൈന് നമുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇടുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈൻസ്, ഏതൊരു ഡിസൈനും മെയിനായിട്ട് വേണ്ടുന്നത് ലൈൻസാണ്. ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സർഫസിൽ ഒന്ന് മുട്ടിച്ച് നമ്മുടെ കയ്യിലൊന്ന് മുട്ടിച്ചതിന് ശേഷം പിന്നെ അത് കുറച്ച് പൊക്കിയിട്ട് വേണം വരയ്ക്കാൻ. കൈ തട്ടി തന്നെ വരയ്ക്കാതെ അല്പം ഒന്ന് പൊക്കി അതിൽ നിന്ന് വരുന്ന പ്രഷറും സ്പീഡും തുല്യമായിരിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും മെയിനായിട്ട് വരുന്നൊരു ഡിസൈനാണിത്. നമ്മുടെ കൊതുക് തിരി, ജിലേബി അതേടെ കൂട്ടൊക്കെ ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ അകത്തേക്ക് വരച്ച് വട്ടത്തിൽ ഇങ്ങനെ വരച്ച് വിട്ടു കൊടുക്കുന്നതാണത്. ഇങ്ങനെ വരച്ചിട്ട് അകത്തേക്ക് സർക്കിൾ വരച്ച് അവസാനം എൻഡ് കൊണ്ട് ഒരു ചെറിയ ഡോട്ടിട്ട് നിർത്തുന്നതാണ്. ഇതൊരു പൂക്കളൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് മെയിനായിട്ട് വരയ്ക്കുന്നതാണ്. പിന്നെ കാണുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഹംസാണ്. ഹംസും എല്ലാത്തിനും മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു ലൈൻ ഇട്ടിട്ട് നമുക്ക് ഹംസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ചെറുതായിട്ടിങ്ങനെ വരച്ച് വിട്ടു കൊടുക്കണം. അങ്ങനെയാണ് ഹംസ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈക്വലായിട്ട് വരയ്ക്കുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും. പിന്നെ ടിയർ ഡ്രോപ്സ് ആണ്. അത് നമ്മളൊരു ടിയർ ഡ്രോപ്സ് വരയ്ക്കുന്നത് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് അതൊന്ന് ട്രാഗ് ചെയ്ത് വിട്ടു കൊടുക്കണം. ഡോട്ട് ഇട്ടിട്ട് ചരിച്ചൊന്ന് വലിച്ച് വിട്ടു കൊടുക്കണം. മെഹന്തിയുടെ പിടുത്തം ഒരു ഡോട്ട് ഇടണം. ഡോട്ട് ഇട്ടിട്ട് നമ്മൾ മെഹന്തി പ്രസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഒന്ന് ആ ഡോട്ടിൽ നിന്നൊന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കണം, ഒന്ന് ട്രാഗ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു ലൈൻ വരച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ചരിച്ച് ഇങ്ങനെ വിട്ട് ചരിച്ച് ഇങ്ങനെ കുറേ ടിയർ ഡ്രോപ്സ് വരച്ച് അതിൻ്റെ ഭംഗി തന്നെ അത് നല്ലതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻസാണ്. വൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ കൂട്ടിരിക്കും. ആദ്യം ഒരു വര വരച്ച് എന്നിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് നേരത്തെ കൂട്ട് തന്നെ ഒന്ന് ട്രാഗ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് വരച്ചിട്ട് പിന്നെ നമ്മൾ ഡോട്ടാക്കണം. ആ ഡോട്ടിനെ ഒന്ന് ട്രാഗ് ചെയ്ത് വിട്ട് കൊടുക്കണം. അതാണ് വൈൻസ് എന്ന് പറയുന്നത്. ആദ്യം ചെറുതായിട്ടൊന്ന് വരച്ച് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ട്രാഗ് ചെയ്ത്, ഞാൻ വരയ്ക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലായി. ആദ്യം ചെറുതായിട്ടൊന്ന് വരച്ച് ഡോട്ട് ഇട്ട് ട്രാഗ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഡിസൈൻ വരച്ചിട്ട് അതിനകത്ത് നമുക്കൊരു പൂ വരച്ചു കൊടുക്കാം. അത് ആദ്യം ആ ഒരു ഡിസൈൻ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ നല്ലൊരു ഹംസ് ഇട്ട് കൊടുക്കണം. ഹംസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇതൾ വരച്ചു കൊടുത്താൽ നല്ലൊരു പൂവാവും. കണ്ടോ, നന്നായിട്ട് നല്ലൊരു പൂവ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ മൈലാഞ്ചി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം വരും. സ്മൂത്തായിട്ട് മൈലാഞ്ചി വരത്തില്ല. പിന്നെ സ്പീഡും ഒരു പെർഫെക്ഷനും ഒക്കെ കുറച്ച് വരുത്തുള്ളൂ. അത് പിന്നെ പ്രാക്ടീസ് ചെയ്താണ് ഈ മെഹന്തി ആർട്ടിസ്റ്റൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് അത്രയും ആ ഒരു ലെവലിൽ അവർക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അന്നേരം ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഡിസൈനൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇട്ടിട്ട് വരുമ്പോഴും നമുക്കും അത് സ്വയം നന്നായിട്ട് വരച്ച് എല്ലാവരെയും കയ്യിൽ വരച്ചിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ, നല്ലൊരു ഫ്ലവറായിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മോളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നതാണ്. ആദ്യം ആ ഡിസൈൻ വരച്ചിട്ട് ഹംസ് ഇട്ട് കൊടുക്കണം. ഹംസ് ഇട്ടിട്ട് അതിൻ്റെ പൂവിൻ്റെ ഒരു വരച്ചു കൊടുക്കാം. പൂവിൻ്റെ ഇതൾ വരച്ചു കൊടുക്കണം. വരച്ചു കൊടുത്തിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുമ്പം കുറച്ചും കൂടെ ഭംഗി വരും. പിന്നെ നമുക്ക് അതൊന്ന് ഒന്നും കൂടെ ഒന്ന് വരച്ച് അതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് 2 ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വൈൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വൈൻസ് 2 സൈഡിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും 2 ലൈൻസ് തറയിലായിട്ടിട്ട് എന്തെങ്കിലും ഒരു ഫ്ലവർ, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താലും മതി. പിന്നെ നമുക്ക് ടിയർ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒരു ലൈൻസ് ഇടുക, വൈൻസ് ഇടുക, ടിയർ ഡ്രോപ്സ് ഇടുക, ഒരു ഫ്ലവർ വരയ്ക്കുക. ഇത് ഒരു സിമ്പിൾ ഡിസൈനായി. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സിമ്പിൾ ഡിസൈനായി. എന്നിട്ട് നമുക്കൊരു സ്റ്റാർ പോലൊക്കെ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കാം. കണ്ടോ, എന്ത് ഭംഗിയുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.